ഹലോ! ഞാനും ഈശ്വലും കൂടിയിട്ട് രാവിലെ തന്നെ നടക്കുന്നത് എന്താണെന്നറിയോ? ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിൽ കെട്ടാൻ പോയി രാവിലെ. അപ്പോൾ എല്ലാവരുടെ അടുത്തും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും പോയിട്ടുണ്ടായി. ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കെട്ടൊക്കെ കാണാൻ പോകുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിതൊന്നും അങ്ങനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും കൂടിയിട്ട് ഇങ്ങനെ വലം വെക്കുന്ന ആ ഒരു സംഭവമായിട്ട് നടക്കുന്നത്. ബാക്കിൽ നിന്നിട്ട് ഞാനിങ്ങനെ ക്യാമറയിൽ എടുക്കുന്ന കാരണം അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെ ഇക്കുവാണ് വർക്ക് എടുക്കുന്നത്. അപ്പോൾ പിന്നെ ആളുടെ ക്യാമറയിൽ നോക്കി ഇതൊക്കെ കാണാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് കേട്ടോ ഞാനുള്ളത്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ ഇവർ ഈ കെട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോയി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് അവിടെ ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു. പിന്നെ ഇനി ഇവർ വരുന്നത് നോക്കി നിൽക്കുകയാണ്. ഓഡിറ്റോറിയം ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ദേ ഇശല് ബേബി ഉമ്മയും കൂടിയിട്ട് ഇവിടെ ഉണ്ട്. ബേബി ഇതേ തൊട്ടടുത്ത് ഓരോരുത്തരെയൊക്കെ നോക്കി കളിയും ചിരിയിലൊക്കെയാണ് കേട്ടോ. നമ്മുടെ അയൽവാസികളും എല്ലാവരും ഉണ്ട് തൊട്ടടുത്ത്. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഒരു കല്യാണമൊക്കെ കൂടിയിട്ടും ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ ഒരുപാട് നാളായിട്ടോ. ഇപ്പോഴാണ് ഞങ്ങൾ അയൽവാസികളാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇതേ പെണ്ണിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഓരോ ചടങ്ങുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അടുത്ത് നിന്ന് കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ചെക്കനെ പെണ്ണിൻ്റെ വീട്ടുകാരിങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലായിടത്തും ഇതേ ചടങ്ങുകളൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ ഇതൊക്കെ ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത സന്തോഷത്തിലാട്ടോ ഞാൻ. അത് കാരണം ഫ്രണ്ടിൽ ഇരുന്നിട്ട് എല്ലാവരും ഇരുന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആദ്യമായിട്ടൊരു കംപ്ലീറ്റ് ഹിന്ദു വെഡ്ഡിങ് കണ്ട ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ ഇന്നുള്ളത്. അങ്ങനെ നമ്മുടെ ചേട്ടൻ്റെയും ചേച്ചിയുടെ ഇവിടെ കല്യാണം കഴിഞ്ഞ് ആ ഒരു ഫാമിലി ഇതേവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്കും ചേട്ടനും ഹാപ്പി മാരീഡ് ലൈഫ്. നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിട്ട് പോട്ടെ.